What's happening guys, it's VJSL. Welcome back my new video. Guys, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഫോറം മാള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാം. ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. ഫോറം മാളിന്റെ ഫ്രണ്ടിലാണുള്ളത്. നമ്മൾ ഇനിയിപ്പോൾ ഫോറം മാള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാം. നമുക്കിനി അകത്തോട്ട് എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം. ഞാനിപ്പോൾ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്കിനി അകത്തോട്ട് പോവാം. ഇതാണ് എൻട്രൻസ് വരുന്നത് ഫോറം മാളിന്റെ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗ് ഇവിടെ കൊടുക്കണമെന്ന് തോന്നുന്നു. ബാഗ് ഇവിടെ കൊടുക്കണം. ബാഗ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ബാഗ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ വഴി ഇറങ്ങിച്ചതാണ്. എന്നിട്ട് ബാഗ് എടുത്തുകൊണ്ട് പോകണം. നമ്മുടെ ബാഗ് ഇവിടെ വന്നിട്ടുണ്ട്. സൈറൻ അടിച്ച് എന്തോ പറ്റി? എന്താ ടൂൾസോ? ഇല്ല ഇത് ക്യാമറ ഉണ്ട്, അതിന്റെ ആയിരിക്കും. നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറി മറ്റേ സെക്യൂരിറ്റി ചെക്ക് ഇല്ലായിരുന്നോ, അവിടെ വെച്ചിട്ടാണെങ്കിൽ എന്റെ ബാഗിൽ നിന്നാണെങ്കിൽ എന്തോ സൈറൻ അടിച്ചു. ബാഗിൽ നിന്നല്ല, ബാഗ് വെച്ചപ്പം മറ്റേ മെഷീനകത്ത് തോന്നുന്നു എന്തുവാന്ന് ക്യാമറ ഇരിപ്പുണ്ടായിരുന്നു. ഗോപ്രോയിൻ്റെ അകത്തിരിക്കുക, അതിന്റെ ആയിരിക്കണം, അറിയില്ല. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണാൻ പറ്റുന്ന ടോമിയുടെ ഒരു ഔട്ട്ലെറ്റാ. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്ലോത്തിങ് ബ്രാൻഡാ ഈ ടോമി എന്ന് പറയുന്നത്. പക്ഷെ എടുക്കാനുള്ള ഫണ്ടൊന്നുമില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാ ഈ ടോമി എന്ന് പറയുന്നത്, ടോമി ഹിൽഫിഗർ. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ലിവീസ് ഉണ്ട്, ഇത് കുറേ ഉണ്ട് കേട്ടോ. പോളോ ക്ലബ്ബ്, കുറേ ഒരുവിധപ്പെട്ട എല്ലാ ലക്ഷറി ബ്രാൻഡ്സും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്റ്റാർബക്സ് ഒക്കെ കാണാം. സ്റ്റാർബക്സ് ഉണ്ട്, പിന്നെ ഇവിടെ ചപ്പലിൻ്റെ സ്റ്റോറൊക്കെ ഉണ്ട്. പിക്കിംഗ് സ്റ്റോക്ക് അങ്ങനെ എന്തോ പ്രൊണൗൺസ് ചെയ്യാൻ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇമേജ്. നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാക്ബുക്ക് പ്രോ ആഗ്രഹമുണ്ട് എടുക്കണമെന്ന്. ഇതല്ല, പ്രോ അല്ല, നമ്മളെടുക്കാൻ പോകുന്ന എയറാണ്. എയറിന് എത്ര രൂപ ഉണ്ട്? എയറിൻ്റെ റേറ്റ് ഉണ്ടോ? 1,29,000, 1,29,900 രൂപ. നൈസ്, വെരി നൈസ്. HDFCയുടെ കാർഡ് ഉണ്ടെങ്കിൽ 5,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഒരു 10% 10,000 റുപ്പീസ് എക്സ്ചേഞ്ച് ബോണസും ഉണ്ട്. നൈസ്. ഇതാണ് കറക്റ്റ് സൈസ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് പൊക്കി കാണിക്കാം. അധികം വെയിറ്റും ഇല്ല കേട്ടോ, ലൈറ്റ് വെയിറ്റാണ് സാധനം. എയറും അതേ കണക്ക് തന്നെ. എയറിനാണെങ്കിൽ ഒട്ടും വെയിറ്റ് ഇല്ല, എയർ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. സാധനമൊക്കെ പവർ പോലെ എനിക്ക്. ഞാൻ മെയിനായിട്ട് ഈ മാക്ക് നോക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് FCP ഉണ്ടല്ലോ, FCPയുടെ ഒരു ഇതുകൊണ്ടാണ് മെയിനായിട്ട് മാക്ക് നോക്കുന്നത്. എടുക്കണം, എൻ്റെ ഇരിക്കുന്ന ഇപ്പോഴത്തെ ലാപ്പ് വെറും ശോകമാണ്. അത് സാധാരണ ഒരു i3 സാധനമാണ്. ഇതാണ്ട മാക്ബുക്ക് പ്രോ. അടുത്തത് ഇത് മറ്റേ നോച്ച് വരുന്നില്ലേ, ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് M2 ചിപ്പ് വരുന്നത്. ഇപ്പോൾ ഒരു സംഭവം നടന്നിട്ടിരിക്കുക എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് മുമ്പ് വരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഗോപ്രോയ്ക്കകത്തായിരുന്നു. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഇവിടെ മൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മൈക്ക് കുത്തിയിട്ട് ഇതിനകത്തായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിവിടെ ഇരുന്നിട്ട് ഞാൻ പറയാം. ഇതിൻ്റെ വോയിസ് കൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാനിവിടെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ ഗോപ്രോ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സെക്യൂരിറ്റി പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, പെർമിഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പെർമിഷൻ ഇല്ല, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണേൽ പെർമിഷൻ പോയി എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവരുടെ ഓഫീസിൽ ചെന്നു. അവരുടെ മാനേജറെ എന്തോ കണ്ട് ചെന്ന് സംസാരിച്ചു. അപ്പം പെർമിഷൻ തരുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് ഇന്ന് പെർമിഷൻ തരാൻ പറ്റത്തില്ല, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചാനൽ നോക്കി കഴിഞ്ഞപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കുറവാണ്. അപ്പോൾ അവർ പറഞ്ഞ് നിനക്ക് പെർമിഷൻ തരാൻ പറ്റത്തില്ല, നീ ഫോണിൽ എടുത്താൽ മതിയെന്ന്. ഫോണിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, സീനൊന്നുമില്ല ഇവിടെ. എനിക്കൊരു വിഷമമായിപ്പോയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ കാണിച്ചു കൊടുത്തു, ചാനൽ കാണിക്കാൻ പറഞ്ഞു. അപ്പം
അപ്പം ഞാൻ എൻ്റെ ചാനൽ കാണിച്ചു കൊടുത്ത്. അപ്പം നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കുറവാണ്. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞെന്താണെന്നറിയാം, നീ ഫോണിൽ എടുത്താൽ മതിയെന്ന്. അവസ്ഥ എന്താണെന്നറിയത്തില്ല. ഇവിടെയുള്ള ഈ മാളിലും ബാക്കിയുള്ള സംഭവങ്ങളിലൊക്കെ ക്യാമറ അലൗഡ് അല്ലാത്ത എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. വേണ്ട, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു സംഭവം ഇവിടെ ഉണ്ട്. ഗെയിമേഴ്സിന്റെ ഒരു വികാരം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ വന്നിട്ട് അത് കാണിക്കാതിരുന്ന ഭയങ്കര മോശമാണ്. ഇതിന്റെ ഒരു വികാരം എന്നൊക്കെ പറയുന്നത് ദേ പ്രെഡേറ്ററിന്റെ സ്റ്റോറായത്. വേണ്ട, എല്ലാ ഹൈ സ്പെക്ക് സാധനങ്ങളാട്ടോ ഇരിക്കുന്നത്. സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലാ ഹൈ സ്പെക്ക് സാധനങ്ങൾ കിട്ടില്ല, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ പ്രെഡേറ്റർ എന്ന് പറയുന്നത് ഏസറിന്റെ ഒരു ഗെയിമിങ്ങിന്റെ ഒരു ഇതാ. അതിന്റെ ഇപ്പുറത്ത് തന്നെ ദേ എൻ്റെ ഫേവറേറ്റ് ROG റോഗ്. വേണ്ട ഗൈസ്, ROG ഇവിടെ ഉണ്ട്. റോഗ്, റോഗിന്റെ ആണ് ഗൈസ് ഇവിടെ കിഡിലുമായിട്ടുള്ള കേട്ടോ. ദേ മറ്റേ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നത് എന്നുവെച്ചാൽ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് കൈ കൊണ്ട് നടന്ന് കളിക്കാൻ പറ്റത്തില്ലേ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അതെ, കൗണ്ടർ സ്ട്രൈക്ക് കിടപ്പുണ്ട്, ഹൊറൈസൺ 4 കിടപ്പുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ വെച്ച്. കൗണ്ടർ സ്ട്രൈക്ക് ഒന്ന് നോക്കട്ടെ. അത് അത്യാവശ്യം നല്ല ടൈം എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇതെങ്ങനെ ഇതിന്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടോ, ഇത് കിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ കാണുന്നത്. ഇത് നൈസായിട്ടുണ്ട്. ഇതേ 2 സ്ക്രീന്. ഇതെങ്ങനെയാ അപ്പം ക്ലോസ് ചെയ്യുന്നതൊക്കെ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നിടത്തെല്ലാം ഹൈസ്പെക്ക് ഗ്രാഫിക്സ് കാർഡൊക്കെ ആയിരിക്കുന്നത്. സോറി, ഹൈസ്പെക്ക് ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്പൊക്കെ ആയിരിക്കുന്നത്. ഇത് AMDയുടെ Ryzen 9. 9 സീരീസ് വരുന്നത്. 7 സീരീസ് വരുന്നത്. ഇതേ RTX ഗ്രാഫിക്സ് കാർഡ്. ഇങ്ങോട്ട് വരുന്നിടത്താണ് ഗൈസ് സീനായിട്ടുള്ള ഐറ്റം ഇരിക്കുന്നത്. ROGയുടെ ഗെയിമിങ് ചെയർ, ലാപ്പും എല്ലാം ഇരിപ്പുണ്ട്. കംപ്ലീറ്റ് സാധനങ്ങൾ. നിങ്ങളൊരു ഗെയിം ഭ്രാന്തനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ ഈ ഏരിയ നിങ്ങൾക്കുള്ളയാ. ഇത് കണ്ടില്ലേ, കുറെ ആക്സറീസ് ഒക്കെ ഉണ്ട്. ROGയുടെ ബാഗ്സ്, ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് വാങ്ങാം. ഇത് 65 വാട്ടിൻ്റെ അഡാപ്റ്റർ, ചാർജർ അഡാപ്റ്റർ എല്ലാം കംപ്ലീറ്റ് ഇതുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട മറ്റേ ഗെയിമിങ്ങിൻ്റെ ഇതില്ലേ, അതിൻ്റെ കേസാണിത്. കിടിലായിട്ടുണ്ട് കേട്ടോ, എല്ലാം നൈസ്. ഇപ്പുറത്ത് നമ്മുടെ ലുലു ഉണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊള്ളാം ഗൈസ്. എനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, കഴിക്കാൻ പറ്റിയ. നോക്കാം, ലെറ്റ്സ് സീ ഗൈസ്. ലുലുവിലെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ലുലുവിലെ ഫുഡ് കോർട്ട് തന്നെയാണ്. കിടിലം ഫുഡുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അതിന് മുമ്പ് നമുക്ക് ഈ ഹൈപ്പർ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിടിലം ഫുഡൊക്കെ അവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ, പല പല തരത്തിലുള്ള ആപ്പിളുകൾ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ലുലു കാണുന്ന അത്രയും വലുതല്ല കേട്ടോ സംഭവം. അതേ ഒരു തീമിലും കാര്യങ്ങളിലും ഒക്കെ ഇത് ചെയ്തേക്കുന്നത്. കിവി ഉണ്ട്, എല്ലാം ഇഷ്ടംപോലെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. റെഡ് പ്ലംസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ, കൊള്ളാം, നൈസായിട്ടുണ്ട്. വേണ്ട, കളർഫുൾ ആയിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം കിടിലം സാധനങ്ങളാണ്. നമുക്കിനി നേരെ ഫുഡ് കോർട്ടിൽ പോവാം. നീ നല്ലോണം വിശക്കുന്നുണ്ട്, നമുക്ക് നേരെ ഫുഡ് കോർട്ടിൽ പോവാം. നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ, നല്ല വിശപ്പെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, രാവിലെ എങ്ങാണ്ട് എന്തോ കഴിച്ചിട്ട് ഇറങ്ങിയാൽ. നമുക്ക് ഫുഡ് കോർട്ടിൽ പോയി നോക്കാം എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് മോളിൽ വേറെ ഫുഡ് കോർട്ട് കാണുമല്ലോ, അവിടെ പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് അവിടെ പോയി കഴിക്കാം. തേണ്ട മീറ്റിൻ്റെ ഒക്കെ ഷോപ്പ്, എല്ലാ ടൈപ്പ് മീറ്റും ഉണ്ട്. അത് മീറ്റ്, ഇവിടെ ലാമ്പിൻ്റെ സ്പെഷ്യലായിട്ടൊരു ഇതുണ്ട്. ഇവിടെ ചിക്കൻ, അവിടെ ഫിഷ് ഉണ്ട് കേട്ടോ. നമുക്ക് സാൽമൺ ഒക്കെ ഉണ്ടോ നോക്കാം ഇവിടെ. എൻ്റെ ഫേവറേറ്റ് മീനാണ് സാൽമൺ.
ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല സാൽമൺ, കുറച്ച് കഴിച്ചിട്ടുള്ളൂ. പക്ഷെ കഴിച്ചത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് സാൽമൺ. ദേ ഇരിക്കുന്നു സാൽമൺ, നോർവേയൻ സാൽമൺ. ഓ ഗൈസ്, സാൽമൻ്റെ റേറ്റ് ഉണ്ടോ, 1950 രൂപ. ഫില്ലറ്റ് സാൽമൺ അതിന് 2900 രൂപ. സാൽമൺ സ്റ്റീക്ക് അതിന് 2450 രൂപ. നമ്മളങ്ങനെ ഇതേ ഫുഡ് കോർട്ടിൽ വന്ന് എന്തൊക്കെ സാധനങ്ങളാന്ന് നോക്കിയേ. കുറേ സംഭവങ്ങളുണ്ട്. ഗ്രിൽഡ് ചിക്കൻ കോംബോ, 1 ഫുൾ ചിക്കൻ ഗാർലിക് പേസ്റ്റ് കോൾസ്ലോ 6 കുബൂസ്, 399 രൂപ. കൊള്ളാതെ നൈസാണല്ലോ. ഇത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഇത് ബ്രോസ്റ്റഡ് ഉണ്ട് കേട്ടോ, റോസ്റ്റഡ് വിങ്സിന് 49 രൂപ പറഞ്ഞാൽ. ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ തൈ 85 രൂപ ഒരു പീസ്. ഡ്രം സ്റ്റിക്ക് ഉണ്ട് 60. റോസ്റ്റഡ് സ്ട്രിപ്സ് 250 ഗ്രാമിന് 162 രൂപ. ഉള്ളതല്ലേ, നൈസാണല്ലോ. ഇതേ ഓ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. സിംഗർ ചിക്കൻ റാപ്പ്, നമ്മുടെ ലുലുവിലെ ഫുഡ് കോർട്ടിൽ കാണുന്ന അത്രയും വെറൈറ്റി ഒന്നുമില്ല ഇവിടെ. അത്രയ്ക്ക് വലിയ ഫുഡ് കോർട്ടല്ല ലുലുവിൽ കാണുന്ന അത്രയും, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നൈസാണ്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കേരള പൊറോട്ട, മട്ടർ, കച്ചോരി എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ്. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അവരെന്നെ കൊണ്ട് മൈക്കൊക്കെ ഊരിപ്പിച്ച് എന്തോ സീനെന്നാ എനിക്കറിയാത്തതല്ല. എന്തോ ഈ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്തോ ഇത്ര സംഭവിക്കാനുള്ളതെന്നാ. ഇങ്ങോട്ട് വരുന്നിടത്തെല്ലാം കിടിലം ഫുഡ് ഐറ്റംസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങാം. നമുക്ക് ഈ അറ്റത്തുനിന്ന് തുടങ്ങാം. എനിക്ക് നല്ല വിശപ്പുണ്ട്, കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങണം എനിക്ക് കഴിക്കാൻ. നല്ലോണം വിശക്കും നിങ്ങൾക്ക് ഗൈസ്. ഇത് ഫ്രഷ് ഹുമൂസ് ഉണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു ഹണി കേക്ക് ഒക്കെ തന്നിട്ടുണ്ട്, കഴിച്ച് നോക്കാം. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 100 ഗ്രാം ദിസ് വൺ. ഇതേണ്ട ഗൈസ്, ആപ്പിൾ ഇൻ സ്വീറ്റ് ആൻഡ് സ്പൈസി. ഇത് നമുക്കൊരു 100 ഗ്രാം എടുക്കാം. എങ്ങനെ ഉണ്ടായിരിക്കും നോക്കാം. നൈസായിരിക്കും തോന്നുന്നു, അറിയില്ല. പിന്നെ അപ്പുറത്ത് ഞാൻ ഹുമൂസൊക്കെ കണ്ടിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇത് 100 ഗ്രാം ആണെങ്കിൽ 28 റുപ്പീസേ ഉള്ളൂ. നൈസാ കേട്ടോ. 50 ഗ്രാം റോസ്റ്റഡ് സ്ട്രിപ്സ്, നമുക്കിത് എടുക്കാം. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എക്സ്ക്യൂസ് മീ, നമ്മൾ സ്ട്രിപ്സ് പറഞ്ഞിട്ടുണ്ട്, ബ്രോസ്റ്റഡിൻ്റെ സ്ട്രിപ്സ്. ഒരു തന്തൂരി ബട്ടർ ഞാനിവിടെ പറഞ്ഞത്. ഇത്ര കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറയും. നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് നമ്മൾ. പിന്നെ ബട്ടർ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ആകുമ്പോഴത്തേക്ക് എൻ്റെ വയറ് ഓൾമോസ്റ്റ് നിറയും. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല കൈസ്, അതാണ് നല്ല വിശപ്പ്. അതാ ഇത്ര സാധനം വാങ്ങിയത്. ഇത്രയില്ല, കുറച്ചേ ഉള്ളത്. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഫുഡ് കോർട്ടിലേക്ക് വന്നു. നമുക്കിനി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മൂല നോക്കി പോകാം. അവിടെ കാണാൻ പോയിരിക്കായിരുന്നു. വേണ്ട പൈസ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം വാങ്ങിച്ചു. നമ്മൾ ഫുഡെല്ലാം കൂടെ വാങ്ങിച്ചതിന് നമുക്ക് എത്ര രൂപയായി? 235 രൂപയുണ്ട്. ഇത് ഇത്രയും സാധനങ്ങളുണ്ട്. സ്ട്രിപ്സ് ഉണ്ട്. ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം വാങ്ങിച്ചത്. എനിക്കൊരു പണി കിട്ടി. ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് പ്ലേറ്റ് ഒന്നും വാങ്ങിച്ചില്ല. ആകെപ്പാട് തേപ്പായി പോയി കേട്ടോ. ഞാൻ അതെല്ലാം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ആപ്പിളാ. മറ്റേ ഉപ്പിലിട്ട ആപ്പിൾ ഉണ്ടല്ലോ, അതാണ് സംഭവം. ഗ്രീൻ ആപ്പിൾ ഉപ്പിലിട്ട് കഴിച്ചു നോക്കാൻ എങ്ങനെ ഉണ്ടല്ലോ. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇടയ്ക്കിടയിൽ പറക്കി നിൽക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഗൈസ്, പിന്നെ ഹുമൂസ് ഉണ്ട്. നമുക്ക് ഹുമൂസും കഴിച്ചു നോക്കാം. നമുക്ക് ഹുമൂസ് നമുക്ക് മറ്റേ ബ്രോസ്റ്റഡിൻ്റെ കൂടെ കഴിക്കാം. സ്ട്രിപ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതാ സ്ട്രിപ്സ്.
അത്യാവശ്യം ലാഭം കേട്ടോ. അതായത് കുറെ ഉണ്ട് സ്ട്രിപ്സ്. 250 ഗ്രാം, 250 ഗ്രാമിന് 163 രൂപ. അത്യാവശ്യം ചൂടും ഉണ്ട് കേട്ടോ. കിട്ടിയ പണിന്ന് വെച്ചാൽ ഇത് വാങ്ങാൻ മറന്നു, പ്ലേറ്റ്. നമുക്ക് ഹൂമൂസ് മുക്കി കഴിക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. മൂസ് കുഴപ്പമില്ല, ഓക്കെ ഓക്കെയാ. ബട്ട് ഞാൻ നേരത്തെ കഴിച്ചതിന് അത്ര ഒരു ടേസ്റ്റ് ഇല്ല. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി. ഓക്കെ. ഇതിപ്പോ ഈ വാങ്ങിച്ച സാധനം ഞാൻ മറന്നുപോയി. ഞാനും ഉണ്ടായിരുന്നു, നമുക്ക് ഞാനും കഴിച്ചോ. ഗൈസ്, പ്ലേറ്റ് ഇല്ലാതൊന്നും വല്ലാത്ത കഷ്ടം കേട്ടോ. പ്ലേറ്റ് വാങ്ങാൻ മറന്നു. നമുക്ക് ഹുമൂസും കൂട്ടി ഞാൻ കഴിക്കും, അങ്ങനെ കണ്ടത്. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം അങ്ങോട്ട് നടക്കുക. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ചുമ്മാ ഇവിടെയൊക്കെ അലിഞ്ഞിരിഞ്ഞ് നടക്കുക. ഇതൊക്കെ തന്നെ പരിപാടി. മാളി വന്നാൽ നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ പരിപാടി. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ കുറെ ഫുഡ് കോർട്ടുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഫുഡ് കോർട്ടുകളുണ്ട്. ഡെസേർട്ട് വർക്ക്സ് ഇഷ്ടംപോലെ. ബാസ്കിൻ റോബിൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. KFC ഇവിടെ ഉണ്ട്, മെക്കഫേ ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്. അങ്ങനെ കുറേ അധികം റെസ്റ്റോറൻറ്റുകളും ഫുഡ് കോർട്ടും അങ്ങനെ എല്ലാം ഉണ്ട്. പിസ്സ ഹട്ട് ഉണ്ട് അപ്പുറത്ത്, ചിക്കിങ് ഉണ്ട്, ഡൊമിനോസ് ഉണ്ട്. അവിടെ ആണെങ്കിൽ അങ്ങോട്ട് പോകുന്നിടത്തേ മറ്റേ ഇതുണ്ട്. ഇത് മീൻസ് മറ്റേ നമ്മുടെ ലുലുവിലൊക്കെ കാണുന്ന പോലെ ഫണ്ടൂറ എന്ന് പറഞ്ഞ സംഭവമില്ലേ, മറ്റേ പിള്ളേർ കളിക്കുന്നതൊക്കെ, അതേപോലത്തെ സംഭവം ഇവിടെയുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം സംഭവം എങ്ങനെയാണ്. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇപ്പുറത്ത് ഡൊമിനോസ് ഉണ്ട്, ഏഷ്യ സെവൻ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കണം. ഫസ്റ്റ് ഇത് ചൈനീസ് ആണെന്നോ തോന്നുന്നത്. ഒരു പഞ്ചാബി റെസ്റ്റോറൻ്റ് ഉണ്ട്, പഞ്ചാബി ഗ്രിൽ, സ്ട്രീറ്റ് ഫുഡ്സ്. നഗാസ് ഉണ്ട്. വാവ് മോമോസ്. ഇത് അത്യാവശ്യം നല്ല മോമോ ആണെന്ന് തോന്നുന്നത്. ഇത് എല്ലായിടവും കാണാറുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ല ഇതുവരെ. ഇത് ഊട്ടൂര വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ നൈസാ. ഞാൻ ഈ ഊട്ടൂര ശരിക്കും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരില്ലേ, ബാംഗ്ലൂരാണ് മെയിനായിട്ട് ഞാൻ ഈ ഊട്ടൂര് കണ്ടിട്ടുള്ളത്. ഫലൂഡാനേഷനുണ്ട് ഇവിടെ, ടാക്കോബെല്ലുണ്ട്, ഇഷ്ടംപോലെ ഫുഡ് കോർട്ടുകളുണ്ട്. ഫുഡിന് നിങ്ങൾക്ക് യാതൊരു ഇതുമില്ല, എല്ലാത്തരം ഫുഡിൻ്റെ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഫൺ സിറ്റി, അവിടെ വന്ന് ഞാൻ പറഞ്ഞ ഫൺ സിറ്റി. ഇവിടെ ബുക്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പുണ്ട്. അങ്ങോട്ട് പോകുന്നിടത്താ മറ്റേ ഞാൻ പറഞ്ഞ ഫൺ സിറ്റി. മോച്ചി കൊള്ളാലോ, നല്ല പേര്. ഗേൾസിൻ്റെ ഇതാട്ടോ, ഫ്രോക്സിൻ്റെ കളക്ഷൻസ് അവിടെ ഇൻക്ലൂഡഡാ. ഇതിലെ സാധനങ്ങളൊക്കെ കേട്ടോ ഫൺ സിറ്റിയിലുള്ള എല്ലാം നൈസാ. ഇതില്ല അതോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ കിട്ടിയില്ല സംഭവങ്ങളാണ് ഇവിടെ ഉള്ള. 11 പ്ലേസ് 1000 രൂപ. 11 വട്ടം കളിക്കണമെങ്കിൽ 1000 രൂപ. നല്ല കത്തിയാന്ന് കഴിച്ച്. 85 കളിക്ക് 5000 രൂപ. പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട് ഗെയിം. കിടിലം കളിയാട്ടോ, കിടിലം റേസിങ്. ഇങ്ങോട്ട് വരുമ്പോൾ ബൈക്കിൻ്റെ ഒക്കെ സംഭവങ്ങളുണ്ട്, ബൈക്കിൻ്റെ റേസിങ്. ഇവിടെ നമ്മൾ മറ്റേ ഫണ്ടൂറ കാണത്തില്ല, ടിപ്പിക്കൽ ഫണ്ടൂറ, അതാണ് ഈ സംഭവം. വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല, നൈസാ. ഇവിടെ കുറച്ച് അഡ്വഞ്ചർ നടക്കുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാർക്കുള്ളതെന്ന് തോന്നാം അവിടെ. ഇതുള്ളാല് ഇത് മറ്റേ പിക്ക് ചെയ്തെടുക്കത്തില്ലേ, അതാണ് ഈ സംഭവം. നൈസാ കേട്ടോ. അവിടെ ഒരു കൊച്ചിരുന്ന് കളിക്കുന്നുണ്ടോ.
ഇത് കൊള്ളാം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കൊണ്ടുപോവാ, വർക്ക് ചെയ്യത്തില്ല, പൈസ ഇടണം എന്നാലേ ആവത്തുള്ളൂ. അപ്പോൾ കിടിലവാ, മൊത്തത്തിൽ കിടിലം. ഞാൻ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. ഓ ദേ കിടിലം കളക്ഷനൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ബോൾ ഇതിനകത്ത് ഇടുന്നതനുസരിച്ചാന്ന് തോന്നുന്നു ഇതിന്റെ പ്രൈസ് കിട്ടുന്നത്. കൊള്ളാം, എല്ലാം നൈസായിട്ടുണ്ട്. ഓ വേണ്ട, അവിടെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് കിടിലോ കേട്ടോ, കിടിലോന്ന് വെച്ചാൽ കിടിലോ. ഇവിടെ സെക്കൻഡുകളാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ എത്ര എണ്ണം ഇടുവാന്നാ നോക്കുന്നത്. ഓ ഇതുവരെ 36 ഇട്ടേപ്പോ ഉണ്ട്. കൊള്ളാമല്ലോ. കൊള്ളാം കേട്ടോ, കിടിലമായിട്ടുണ്ട്. ഇവിടെ എല്ലാം നേണ്ട കളിക്കുന്ന സംഭവങ്ങളാ, എല്ലാം കിടിലോ. കൊള്ളോ. നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡുമായിട്ട് വരിക, എന്നിട്ട് ഇത് ഫുള്ള് അങ്ങോട്ട് എൻജോയ് ചെയ്യുക. അതാണ് സംഭവം. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇറങ്ങും, വെളിയോട്ട് ഇറങ്ങും. ഇതുണ്ട് ഒരു ഗ്ലാസിന്റെ പോലത്തെ, എന്നുവെച്ചാൽ റഫായിട്ടുള്ള ഒരു ഗ്ലാസ്. കൊള്ളാം കേട്ടോ സംഭവം. ഇത് ഇവിടെ ഹഷ് പപ്പീസിന്റെ ഒരു സ്റ്റോറുണ്ട്. ഇടില്ലോ, നല്ലൊരു ബ്രാൻഡാ ഹഷ് പപ്പീസ്. നമുക്ക് ഇങ്ങോട്ടെല്ലാം അസ് യൂഷ്വൽ നമ്മൾ മാളുകളിലും കാണുന്ന പോലെ തന്നെ വാന്യൂസ്, ജോയ് ഫിലിപ്പ്, അതൊക്കെ തന്നെ. ഗൈസ്, ഞാൻ ഇതുവരെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ മാളുകളിലൊന്നും ഈ ലൂയി വിട്ടൻ്റെ ഒന്നും ഇത് കണ്ടിട്ടില്ല, ഔട്ട്ലെറ്റ് കണ്ടിട്ടില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല. അല്ലേ, ഒരുവിധപ്പെട്ട എല്ലാം ഇവിടെ കാണുന്നേ, പക്ഷെ ലൂയി വിട്ടൻ്റെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല ഗൈസ്. അതെന്താണെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല പ്രീമിയം ആയതുകൊണ്ടായിരിക്കണം. ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. എനിക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. ബസ്സോ ട്രെയിനോ എന്തെങ്കിലും നോക്കണം. അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് പോകണം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ മുടക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ കാണാൻ പറ്റും. ഞാൻ പക്ഷെ കയറി വന്നപ്പോൾ ഇത് കാണിച്ചില്ല, അതായത് ഇറങ്ങി വന്നപ്പോൾ ഇത് കാണിച്ചേ. അത്യാവശ്യം നൈസായിട്ടുണ്ട് കേട്ടോ, നൈസായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്.